കൈവിടൂല. കാരണം എന്തെന്നറിയുമോ? ഇന്നക ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഊദുൽ മരീദ വതഖ്രിൽ ളൈഫ. റസൂലുള്ളാഹിന്റെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഗുണങ്ങളുള്ള തങ്ങളെ അല്ലാഹു ഒരിക്കലും നിന്ദിക്കൂല. എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങളെ പറ്റി, റസൂലുള്ളാഹിന്റെ പനി സുഖപ്പെടുത്തി കൊടുക്കാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. ഈ സ്വഭാവമുള്ള തങ്ങളെ ഒരിക്കലും അല്ലാഹു തആല കൈവിടൂല. എന്താണ് തങ്ങൾക്കുള്ള സ്വഭാവം? തങ്ങൾ ഇന്നക ലതസിലുർ റഹിമ, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, വലിയ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ്. വതക്സിബുൽ മഅദൂമ, ജോലിയില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നവനാണ്. വതഊദുൽ മരീദ, നാട്ടിലെവിടെ രോഗികളുണ്ടെങ്കിൽ സന്ദർശിക്കുന്ന ആളാണ്. വതഖ്രിൽ ളൈഫ, തങ്ങള് വിരുന്നുകാരെ വിരുന്ന് സൽക്കരിക്കുന്ന ആളാണ്. ഇതാണ് റസൂലുള്ളാഹിന്റെ 25 വയസ്സ് പ്രായത്തിൽ റസൂലുള്ളാഹിനെ ഖദീജ ബീബി റളിയല്ലാഹു 40 വയസ്സ് പ്രായമുള്ള ഖദീജ ബീബി റളിയല്ലാഹുവിനെ കല്യാണം കഴിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹിന്റെ നല്ല സ്വഭാവം കണ്ടിട്ടാണ്. എന്താണ് കുടുംബബന്ധം ചേർക്കുന്ന നബി തങ്ങൾ അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ നല്ലോണം കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. മഹാനായ നബി തങ്ങൾ പറഞ്ഞില്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമകും. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, നിങ്ങളായേക്കാം അധികാരസ്ഥന്മാരാകുമ്പോ, നമുക്കൊക്കെ കുറച്ച് കഴിവൊക്കെ വരുമ്പോ, നിങ്ങള് അൻ തുഫ്സിദു ഫിൽ അർളി, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരായേക്കാം. വതുഖത്തിഉ അർഹാമകും, നിങ്ങളെ കുടുംബബന്ധം നിങ്ങൾ മുറിക്കുന്നവരായേക്കാം. അല്ലേ? നമുക്ക് അങ്ങനല്ലേ? നമുക്ക് കുറച്ചൊക്കെ പൈസക്കായി അനുകൂല ജീവിതമൊക്കെ അനുകൂലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വന്ന വഴിയൊക്കെ മറന്നു. നമ്മളൊക്കെ കുടുംബക്കാരൊക്കെ മറന്ന് ഞാനായി എന്റെ പെഞ്ഞായ്മൊക്കെ മാത്രം അല്ലേ? അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണിത്. നിങ്ങൾ അധികാരം കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബബന്ധം നിങ്ങൾ മുറിക്കുന്നവരായേക്കാം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് മഹാനായ നബി തങ്ങൾ പറയുന്നത്. നബി തങ്ങൾ എത്രത്തെ കുടുംബ ബന്ധത്തിന്റെ മഹത്വം പറയുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചത് മൻ സറഹുൻ നസ്അ ഫിൽ അജൽ വസിയാദത ഫിർ റിസ്ഖി ഫല്യസിൽ റഹിമാ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരാൾക്ക് ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമാ, അവൻ കുടുംബബന്ധം ചേർത്തോട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുമോ, മഹാനായ നബി തങ്ങള് വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടത് കൊണ്ടാണ് മക്കയിൽ മദീന ഹിജറ പോയത് അല്ലേ? സ്വന്തം നാട്ടുകാര്, സ്വന്തം കുടുംബക്കാര്, ഖുറൈശി കുടുംബക്കാര് തന്നെ റസൂലുള്ളാഹിനെ വല്ലാണ്ട് അക്രമം ചെയ്തു. അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് മദീനയിലേക്ക് ഹിജറ പോയത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഹിജറ പോകുമ്പോ ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയ നേരം സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖേ, നമുക്ക് തിരിച്ചു പോകാം. സ്വന്തം നാടിനെ വിട്ടുപോകാന് റസൂലുള്ളാഹിക്ക് മനസ്സില്ല. അപ്പോഴാണ് അല്ലാഹു തആല ഇറക്കിയത്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്.
ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന, ഞങ്ങളിലേക്ക് ഖുർആൻ അവതരിപ്പിച്ച റബ്ബ് നിശ്ചയം ലറാദ്ദുക ഇലാ മആദ്, തങ്ങളിപ്പോ എവിടേക്കാണ് മടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് തങ്ങളെ അല്ലാഹു തആല മടക്കും. ഇപ്പൊ തങ്ങൾ പോകണ്ട, ഇപ്പൊ തങ്ങൾ മദീനയിലേക്ക് പോകണേ എന്ന് അല്ലാഹു തആല കൽപ്പിച്ചത് കൊണ്ട് വീണ്ടും മദീനയിലേക്ക് തിരിഞ്ഞു പോയി റസൂലുള്ളാഹി. ഇതാണ് നമ്മൾ ഈ ആയത്താണ് നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, ഉംറക്ക് പോകുമ്പോ മതിലൊന്നും എഴുതുന്നില്ലേ, ഈ ആയത്താണ് എഴുതേണ്ടത്. അതായത് രണ്ടാമത് നാട്ടിലേക്ക് തിരിച്ചെത്തണോ. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, ഈ മടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോ യാത്ര ചെയ്യുന്നുണ്ട്, ഇനി എന്റെ നാട്ടിലേക്ക് തന്നെ മടക്കണം. ഈ ആയത്തി നല്ല ലക്ഷണം നോക്കിയിട്ട് നല്ല ലക്ഷണത്തിന് വേണ്ടി ഇത് എഴുതണമെന്ന് ഇമാമിങ്ങൾ തഫ്സീറിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഈ ആയത്ത് എഴുതണമെന്ന് പറയുന്നത്, തിരിച്ചെത്താൻ വേണ്ടി. അങ്ങനെ മഹാനായ നബി തങ്ങൾ മദീനയിലേക്ക് പോയി അങ്ങനെ ഒരു ചെറിയ യുദ്ധത്തിന് വേണ്ടി സ്വഹാബാക്കളെ പറഞ്ഞയച്ചു. നബി തങ്ങൾ പോയില്ല. അങ്ങനെ ആ കൂട്ടത്തിൽ കുറച്ച് സ്വഹാബാക്കൾ പോയി യുദ്ധം ചെയ്തു. ശത്രുപക്ഷത്തുള്ള വലിയൊരു നേതാവിന്, അവരുടെ ക്യാപ്റ്റനെ സ്വഹാബാക്കൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ആരാണത്? സുമാമത്ത് ബിൻ ഉസാല് റളിയല്ലാഹു അൻഹു. സുമാമ റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സുമാമയെ കിട്ടിയപ്പോ യുദ്ധം അവസാനിച്ചു. സുമാമയെ കൊന്നില്ല. എന്തുകൊണ്ട് കൊന്നില്ല? സുമാമക്ക് അത്രയുമല്ല പവർ ഉണ്ടായിരുന്നു. സുമാമ റളിയല്ലാഹുവിനെ കൊണ്ടുവന്നു. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മദീനത്തെ പള്ളിയിലെ കുന്തത്തിൽ കെട്ടിയിടുക. സുമാമനെ നിങ്ങൾ പള്ളിയുടെ കുന്തത്തിൽ കൊണ്ടുപോയി കെട്ടിയിടുക. അങ്ങനെ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കുന്തത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങള് അതിനുശേഷം സുമാമന്റെ അടുക്കലേക്ക് പോയി. കൈഫ അന്ത യാ സുമാമ, സുമാമ നിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സുമാമ പറയാണ്, നബിയേ ഇൻ തഖ്തുൽ ദാദമിൻ, തങ്ങൾ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവനെയാണ് തങ്ങൾ കൊല്ലുന്നത്. തങ്ങള് അതിന് എനിക്ക് നിഅമത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്നെ വെറുതെ വിടുന്നുണ്ടെങ്കിൽ അതിനേക്കുള്ള നന്ദി ഞാൻ ചെയ്യാം നബിയേ. ഇൻ തഖ്തുൽ ദാദമിൻ വഇൻ തുൻഇം അലാ ശാകിർ, കൊല്ലുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടാൻ അർഹതപ്പെട്ടവനാണ് ഞാൻ, കൊല്ലാം. എന്നെ കൊല്ലുന്നതിന് യാതൊരു വഴി, കാരണം എന്താ, യുദ്ധത്തിൽ കൊണ്ടുവന്നതാണ്, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ല, എന്നെ വെറുതെ വിടുന്നുണ്ടെങ്കിൽ അതിനേക്കുള്ള ശുക്ർ ഞാൻ ചെയ്യാം. മഹാനായ നബി തങ്ങൾ ഇത് കേട്ടപ്പോ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും വന്നു. കൈഫ അന്ത യാ സുമാമ, അപ്പൊ രണ്ടാമതേ മറുപടി സുമാമ പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും റസൂലുള്ളാഹി തങ്ങൾ വന്നു. അങ്ങനെ മദീനത്തെ പള്ളിയിൽ വന്നിട്ട് റസൂലുള്ളാഹി സുമാമയോട് ചോദിച്ചു, അല്ല സുമാമ എങ്ങനെയുണ്ട്? അപ്പോഴും ഇതേ മറുപടിയാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സുമാമയെ നിങ്ങൾ അയച്ചളക്കുക. സ്വഹാബത്താകെ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹി ഈ സുമാമിനെ വെറുതെ വിട്ടല്ലേ. അങ്ങനെ മനസ്സോടെ സുമാമന്റെ കെട്ടഴിച്ചു വിട്ടു സ്വഹാബാക്കൾ. കാരണം റസൂലുള്ളാഹിന്റെ കൽപ്പനയല്ലേ, ഏതായാലും എന്താക്കും, അതിന്റെ നിരാകരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ എന്താക്കി, സുമാമനെ കെട്ടഴിച്ചു വിട്ട നേരത്ത് സുമാമ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തറിയും? നേരെ സുമാമ പോയത് പള്ളിന്റെ ആ ഭാഗത്തുള്ള ഒരു പുഴയിൽ പോയി, ആ ഒരു തോട്ടിൽ പോയി കുളിച്ചു വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട ഒരു നാടുണ്ടെങ്കിൽ തങ്ങൾ ജനിച്ച മക്ക നാടാണ്. എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട പേരുണ്ടെങ്കിൽ അത് തങ്ങളെ പേരാണ്. എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട ദീനാണെങ്കിൽ അത് ഇസ്ലാം ദീനായിരുന്നു. ഏറ്റവും വെറുക്കപ്പെട്ട മുഖമാണെങ്കിൽ തങ്ങളെ മുഖമാണ്. പക്ഷേ നബി, എനിക്കത് മാപ്പാക്കണം, എനിക്ക് തങ്ങൾ ഷഹാദത്ത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു.
അങ്ങനെ റസൂലുള്ളാഹി തങ്ങള് സുമാമക്ക് ഷഹാദത്ത് പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. എങ്ങനെയാണ് സുമാമക്ക് മനസ്സ് മാറിയത്? മുഅ്മിനീങ്ങളെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലാക്കണം. മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു 3 ദിവസം മദീനത്തെ പള്ളിയിലെ കുന്തത്തിൽ കെട്ടിയിടപ്പെട്ട നിലക്കായിരുന്നു. ആ നേരത്ത് ബിലാൽ തങ്ങളെ ബാങ്ക്, നീഗ്രോക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേൾക്കുമ്പോ വെളുവെളുത്തതായ സൽമാനുൽ ഫാരിസി പള്ളിയിലേക്ക് ഓടി വരുന്നു. നാനാ തുറകളിൽ നിന്ന് പാവപ്പെട്ടവനുമല്ലാത്തവരുമായ സർവ്വ നീളം കൂടിയവനും നീളം കുറഞ്ഞതുമായ എല്ലാ സ്വഹാബാക്കളും അതേ മദീനത്തെ പള്ളിയിലേക്ക് ഒരുമ്മ പെറ്റ മക്കളെ പോലെ ആ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പള്ളിയിലേക്ക് വരുന്നു. എന്നിട്ടോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് സഫ് കെട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ശരിക്കും അതേ ഒരുപോലെ നിസ്കരിക്കുന്നു. അത് സിദ്ദീഖുൽ അക്ബറിനിക്ക് വേഗം നിസ്കരിച്ചു പോകാൻ പറ്റൂല. പണക്കാരനായ ഉസ്മാൻ തങ്ങൾക്ക് വേഗം നിസ്കരിക്കാനില്ല. പാവപ്പെട്ടവന് പിന്നെ നിസ്കരിക്കാനില്ല. സഫ് കെട്ടുന്ന നേരത്തെ കറുത്തവനെന്ന് വെളുത്തവനെന്ന് എന്തൊരു സുന്ദരമായ നിയമമാണിത്. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൽ ഒരിക്കലും ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും നിർബന്ധിക്കലില്ല. അള്ളാന്റെ കൽപ്പനയാണ് മുഅ്മിനീങ്ങളെ. ഈ മുഅ്മിനി ഇസ്ലാമിനെ പറ്റി എന്തെല്ലാം തെറ്റിദ്ധാരണകൾ നടത്തുന്ന സർവ്വജനങ്ങളും മനസ്സിലാക്കുക. സുമാമന്റെ ഈ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസം പള്ളിയിൽ കിടക്കുന്ന മഹാനായ സുമാമ ഈ ചാരിതാർത്ഥ്യം, ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോ മഹാനവിടെ മനസ്സ് അലിഞ്ഞു പോയി. അല്ലേ? ഇത്രയും ഒത്തൊരുമയോടുകൂടെ ഒരുമ്മ പെറ്റ മക്കളെ പോലെ റസൂലുള്ളാഹി തങ്ങൾ തിരിയുന്ന ഭാഗത്തേക്ക് സ്വഹാബത്ത് തിരിയുന്നു. നബി തങ്ങൾ എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത് കൂർപ്പിച്ചിരിക്കുന്നു. ഇത്രയും അനുസരണയുള്ള റസൂലുള്ളാഹി എന്ത് പറഞ്ഞാലും കേൾക്കുന്നതായ ഒരു സമുദായം, ഇങ്ങനെയുള്ള ഈ ഒരു സ്നേഹത്തോടുകൂടെ പെരുമാറുന്ന, സ്നേഹത്തോട് കൈകാര്യം ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അനുയായികളെയും കണ്ടപ്പോ സുമാമന്റെ മനസ്സ് മാറി. അതാണ് സുമാമ പറഞ്ഞത്, എനിക്ക് ഏറ്റവും ഇന്ന് ഇഷ്ടപ്പെട്ട നാട് മക്ക നാടാണ് നബിയേ. ഏറ്റവും ഇഷ്ടപ്പെട്ട തങ്ങള് പേര്, തങ്ങളുടെ പേരാണ് നബിയേ. തങ്ങൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മുഖമുണ്ടെങ്കിൽ അത് തങ്ങളുടെ മുഖം മാത്രമാണ് നബിയേ എന്ന് ഈ സുമാമനെ കൊണ്ട് അള്ളാന്റെ റസൂൽ നിർബന്ധിച്ചിട്ട് പറയിപ്പിച്ചതല്ല. ഈ ഇസ്ലാമിന്റെ നടപടികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അള്ളാന്റെ റസൂലിനോട് അങ്ങനെ പറയണമെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. എത്രത്തോളം എന്നറിയുമോ? ആ 3 ദിവസം മദീനത്തെ പള്ളിയിൽ ഉണ്ടാകുമ്പോ ചരിത്രത്തിൽ കാണാം, മഹാനായ ആ സുമാമക്ക് അവർ ഭക്ഷണം കൊടുത്തിരുന്നു. ഭക്ഷണം കൊടുക്കും. അങ്ങനെ ആ സ്വഹാബാക്കളെ കൂട്ടത്തിൽ നല്ലോണം ഭക്ഷണം, അത് ഒരു കൂട്ടം സഹാബാക്കൾക്ക് അല്ലെ 10-ലേറെ സ്വഹാബാക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് ഒരു നേരം സുമാമക്ക് കൊടുക്കുന്നത്. ആ ഭക്ഷണം സുമാമക്ക് മതിയായിരുന്നില്ല. ആ ഭക്ഷണം സുമാമക്ക് മതിയാകുന്നില്ല. ഇസ്ലാമിലേക്ക് വന്നിട്ട് സുമാമക്ക് ആ ഭക്ഷണം കൊടുത്തപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മി പറയുമോനെ എന്നറിഞ്ഞു. സുമാമ തങ്ങളോട് ബിസ്മി പറയാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് കഴിക്കുന്ന പറഞ്ഞു. അങ്ങനെ കഴിയുമ്പോ ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിക്കുമ്പോ മതി അൽഹംദുലില്ലാഹ് എന്ന്. അതാണ് ഒരു കാഫിറായ മനുഷ്യൻ തിന്നുന്നത് 7 വയറാണെന്ന് ഖാല റസൂലുള്ളാഹി. പണ്ട് കാലങ്ങളിൽ പറയുന്നില്ലേ, ചായ കുടിച്ച് ഒരു ചായ ഉണ്ടാ കടിയെന്നുണ്ട്, കടി ബിസ്മി എന്ന് അറിയുന്നില്ലേ? കടി ബിസ്മി പറഞ്ഞ ആ ഒരു ഗ്ലാസ് ചായ മതി. ഈ ബിസ്മി പറയാത്തോണ്ടാണ് നമുക്ക് തിന്ന് മതിയാവാത്തത്. ബിസ്മിന്റെ ബറക്കത്ത് നമ്മളെ കൂടെ ഉണ്ട്. അതൊക്കെ പോയില്ലേ? എന്ത് കഴിക്കുന്നതിന്റെ മംഗളത്തിന് പോയെങ്കിൽ ബൊഫെ എന്ന് പറയുന്ന സമ്പ്രദായം അല്ലേ? ആരുടെ നടപടികളാണ്? ഇസ്ലാമിന്റെ നടപടിയാണോ? ഒരു വിരുന്നുകാരനെ സൽക്കരിക്കുന്ന ക്രമതാണോ? ബൊഫയാണോ?
ബൊഫ ഉണ്ടാക്കി കൊടുത്താൽ അതിൽ ഭക്ഷണം കൊടുത്തതിന്റെ ബർക്കത്ത് കിട്ടുമോ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അന്ത്യനാൾ ആരെങ്കിലും ഒരാള് അന്ത്യനാൾ കൊണ്ടും അല്ലാഹനെ കൊണ്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യുക്രിം വൈഫാ, അവൻ വിരുന്നുകാരനെ ബഹുമാനിക്കട്ടെ. ബഹുമാനിക്കണം, വിരുന്നുകാരനെ തുന്നിപ്പിക്കണം എന്നല്ല പറഞ്ഞു. ഇത് ഓനെ ബഹുമാനിക്കണം. എങ്ങനെ ബഹുമാനിക്കല്? എവിടെയെങ്കിലും ഭക്ഷണം വെച്ചിട്ട് അതാടെ പോയിട്ട് തിന്നോ, എന്നിട്ട് ഓന് വലിയ മെഴ്സീഡസ് കാറിലാണ് വന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ കാറിൽ ഓടി കാറിൽ വന്നിട്ട് അതിന്റെ ചാവി ഇങ്ങനെ തൂക്കിയിട്ട് പ്ലേറ്റ് മുറിച്ച് നിൽക്കുന്നത് ഇങ്ങനെ ഗതിയില്ലാത്തനെ പോലെ. അപ്പൊ ഒരു നാണക്കേടുമില്ല, ഒരു പ്രസ്റ്റേജിന് ഒരു കുറവുമില്ല, അല്ലേ? അല്ലെങ്കിൽ കല്യാണത്തിന് പോയിട്ട് നമ്മൾ മെയിൻ ആക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഞങ്ങൾ നോക്കിയിട്ടില്ല, നേരെ സുധാരിച്ചിട്ടില്ല എന്നെല്ലാം പറയാൻ കംപ്ലൈന്റ് ആൾക്കാരുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് തിന്നു പറയുമ്പോ അത് എന്തില്ല, പ്രസ്റ്റേജ് കുറവല്ല, അത് അഭിമാനാണ് ഇന്ന്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ ദീന്റെ ഒരു പവർ ഒന്ന് നോക്കിയേ. ഇത്രയും നല്ല സുന്ദരമായ ആ ഒരു വിരുന്ന് സൽക്കാരത്തിന് ഇന്ന് ഇത്രത്തോളം ബർക്കത്തില്ലാത്തയായത് ഇതുകൊണ്ടാണ്. അത് നിന്നിട്ടാ തിന്നുന്നത്, അല്ലെങ്കിൽ തിന്നിട്ട് പണ്ട് എന്തിനാ അപ്പൊ പറയും, ഒരാൾ പറഞ്ഞു എന്തറിയാ, അത് 2000 ആൾക്കാർ വരുന്ന ഉസ്താദ് ഓർക്കല്ല ടാബ്ലറ്റ് സെറ്റ് വെക്കാൻ കഴിയുന്നതാണ്. ആര് പറഞ്ഞു അങ്ങനെ വിളിക്കാന്? ഈ ഉള്ള ടാബ്ലറ്റ് സെറ്റ് വെച്ചിട്ട് തിന്നാൻ കൊടുക്കുന്നത്ര വിളിച്ചാൽ മതി. അങ്ങനെ നിർബന്ധിച്ചിരുന്നു, ദീൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ദീൻ അവഹേളിക്കണം. അള്ളാനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, അന്ത്യനാൾ കൊണ്ട് ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാഹുലും അന്ത്യനാൾ ഈമാൻ ഉണ്ടെങ്കിൽ അവൻ ബിരുദകാരനെ ബഹുമാനിക്കണം, അവനെ കൈപിടിച്ചു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇരുത്തണം. ഇത് ഇരുത്തിയിട്ട് അവനിക്ക് വേണ്ടത് എന്തെന്ന് ചോദിക്കാൻ വരെ പാടില്ല എന്നാ. നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഏറ്റവും നല്ല ഭക്ഷണം അവനിക്ക് കൊടുക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. എന്ത് വേണമെന്ന് ചോദിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് ചോദിക്കേണ്ട ഷുഗർ ഉണ്ടാന്ന് ചോദിക്കണം, രോഗമല്ലേ, അതൊന്ന് ചോദിക്കാം, അതിലൊന്ന് മാഫുണ്ടെന്ന് പറയാം, അല്ലേ? ഇത് കുറെ എണ്ണ എടുക്കും, അവിടുന്ന് കുറെ ഭാര്യയിട്ടിടും, എല്ലാം ഇട്ടിട്ട് കുറച്ച് തൂന്നിട്ട് ബാക്കിയെല്ലാം തെങ്ങിനെ മോട്ടിലേക്ക് പോ. ഇതാണ് നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത് പ്രയാസം നേരിടുന്നത്. ഇന്ന് നോക്കി, ഇസ്ലാമിന് എന്തെല്ലാം കാര്യത്തിൽ ഭരണേറ്റ മുത്തലാഖ് പാടില്ല, അല്ലേ? പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പള്ളി തന്നെ വേണമെന്നില്ല. കല്യാണ പ്രായം അത് 21 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സാവണം. അതിന് മുമ്പ് കല്യാണം കഴിച്ചെങ്കിൽ കേസ്. എന്റെ ഇസ്ലാമില് ചെറുപ്പത്തിലെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എല്ലാത്തിനും ഇസ്ലാമിനെ എങ്ങനെയൊക്കെ പ്രയാസത്തിലാക്കാൻ കഴിയുമോ അതെല്ലാം അതിന്റെ വഴികൾ നോക്കുകയാണ്. ഇന്ന് 3 തലാഖ് ചെല്ലാൻ പാടില്ല, നിരോധിച്ചു. നമ്മളെ മേൽ അധികാരം നടത്തി. എന്തുകൊണ്ട്? നമ്മൾ ദീനിനെ മറന്നത് കൊണ്ടാണ്. നമ്മൾ ദീനിന്റെ കാര്യത്തിനെ തൊട്ട് പിറകെ പോയപ്പോൾ അവർക്ക് അധികാരം അല്ലാഹു തആല കൊടുത്തു. നോക്ക്, അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നെന്താ, അങ്ങനെ മഹാനായ സുമാമ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊടുത്തപ്പോ അന്ന് ഈ 3 ദിവസം തിന്ന ഭക്ഷണം ഇസ്ലാമിലേക്ക് വന്നിട്ട് കൊടുത്ത് ബിസ്മി പറഞ്ഞ് തിന്നപ്പോ ഒരു സ്വഹാബിക്ക് പറ്റിയ ഭക്ഷണം തേച്ച് തിന്നാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വലിയൊരു പവർ ഉണ്ട് തിന്നുന്നത് ബിസ്മി പറയുന്നിടത്ത്. നമ്മളെല്ലാം നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നിച്ചിരിക്കണം, ഇല്ലേ? മഹാനായ ഒരു സ്വഹാബി ചെറുപ്പത്തിൽ, അതായത് ചെറുപ്രായത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ തിന്നാൻ വേണ്ടി ഇരുന്നു. ആ സ്വഹാബി പറയാണ്, ഞാൻ കുട്ടിയായിരിക്കുമ്പോ എന്റെ കൈ റസൂലുള്ളാഹിന്റെ ഭക്ഷണം കൈ ഇങ്ങനെ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് ഇങ്ങനെ പോകും. കുട്ടികൾ അങ്ങനെയല്ല ഭക്ഷണം കഴിക്കല്, ഓർക്കിന് സ്ഥലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അവന്റെ കൈ പിടിച്ച് സ്വഹാബിന്റെ അബ്ദുറഹ്മാൻ സമൂറത്ത് ആരോ സ്വഹാബി ആയിരിക്കണം, അംർ ബിൻ സലമത്ത് ആരോ, ആ സ്വഹാബി റിവായത്തിന്റെ ഹദീസാണ്. ഞാൻ അങ്ങനെ പണ്ട് എപ്പോ കുട്ടിയായിരിക്കുമ്പോ നബിത്തങ്ങൾ അടുക്കൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ നബിത്തങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ അതേ സമ്മില്ല, അള്ളാന്റെ പേര് പറയണം മോനെ, വകുൽ ബിയമീനിക, എന്നിട്ട് നീ നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്നണേ, വകുൽ മിമ്മാ യലീക, നിന്നോട് അടുത്ത ഭാഗത്തിൽ നിന്ന് തിന്നണം മോനെ. 3 കാര്യമാണ് പറഞ്ഞത്.
അള്ളാന്റെ പേര് പറയാ, ബെൽറ്റ കയ്യിൽ തിന്ന, അടുത്ത് തിന്ന, ആടുന്ന ഇടുന്നല്ല, പറക്കി തിന്നല്ല, അടുത്ത ഭാഗത്ത് നിന്ന് പ്ലേറ്റിന്റെ. അന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം പിൽക്കാലത്തെ ഹദീസ് റിവായത്ത് ചെയ്തു ആരി? ആ സ്വഹാബി. നാലോചോക്ക്, അതാണ് അതിന്റെ അദബ്. അതേപോലെ തന്നെ ഒരു വിരുന്നുകാരൻ വന്നെങ്കിലോ ഓന്റെ കൈ പിടിച്ചുകൊണ്ട് സ്ഥലത്ത് ഇരുത്തിയിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുക, ഉള്ളത് കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുക, നല്ല ഭക്ഷണം കൊടുക്കുക. ഏത് സൂറത്ത് ദാരിയാത്തിൽ അതിന്റെ വ്യക്തമായ സംഭവം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് സമയമില്ല. അങ്ങനെ സുമാമ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അങ്ങനെ റസൂലുള്ളാഹിനെ കൈ പിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. മദീനത്തെ പള്ളിയിൽ സ്വഹാബാക്കളെല്ലാം സന്തോഷത്തിലായി, റാഹത്തിൽ എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് നബി തങ്ങളോട് സുമാമ ചോദിക്കാണ്, നബിയേ ഇദല്ലി ഫിൽ ഉംറ, എനിക്ക് ഉംറക്ക് സമ്മതം തരണം നബിയേ. അപ്പൊ നബി തങ്ങൾ ഉംറക്ക് പോവാൻ, അപ്പോൾ മദീന മക്കത്തേക്ക് ഉംറക്ക് പോവാൻ ആയിക്കോട്ടെ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ സമ്മതം ചോദിച്ചിട്ട് ഉംറക്ക് പോയി. ആരി? മഹാനായ സുമാമത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ സുമാമത്ത് റളിയല്ലാഹു അൻഹു മക്കത്ത് പോയി. തവാഫ്, കഅബനെ തവാഫ് ചെയ്യുമ്പോ അവിടെ എല്ലാ ശത്രുക്കളെ നേതാക്കന്മാർ അവിടെ ഉണ്ട്. അബൂജഹൽ അടക്കമുള്ള ഉത്ബത്ത്, ഷൈബത്ത്, വലീദ്, എല്ലാ നേതാക്കന്മാരും അവിടെയുണ്ട്. അങ്ങനെ സുമാമ തവാഫ് ചെയ്യുന്ന കാണുമ്പോ അവർ ചോദിച്ചു, സുമാമ അസ്വബൗത, നീ സ്വാബിഈങ്ങളിൽപ്പെട്ടോ? ജൂതന്മാര്, നസാറാക്കൾ, യഹൂദികൾ, നസാറാക്കൾ, സ്വാബിഈങ്ങളായിട്ട് ഒരു കൂട്ടരുണ്ട്, മജൂസികള്, ഇങ്ങനത്തെ സ്വാബിഈങ്ങളായിട്ട് ഒരു കൂട്ടരുണ്ട്. അതായത് ഇസ്ലാം അല്ലാത്തൊരു കൂട്ടർ. അതിൽപ്പെട്ട ആളാണോ നീ? അപ്പൊ പറഞ്ഞു, സുമാമ പറഞ്ഞു, ഇല്ല, വലാകിൻ അസ്ലംതു, ഞാൻ ഇസ്ലാമായതാണ്, ഞാൻ മുസ്ലിമായി. മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി എന്താക്കി? സുമാമനെ അടിക്കാൻ തുടങ്ങി. ഇസ്ലാം ആയതാണ് പ്രശ്നം. അങ്ങനെ സുമാമൻ അടിച്ചു, പ്രയാസപ്പെടുത്തി. അപ്പൊ സുമാമ പറഞ്ഞു, മക്കത്തോട്, മക്കാരായ നേതാക്കന്മാരോട് പറഞ്ഞു, ഇനി ഈ മക്കയിലേക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ, ഇവിടത്തേക്ക് ഗോതമ്പ് അയക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ ഒരു തരി പോലും ഗോതമ്പ് ഇനി നിങ്ങൾക്ക് ഞാൻ അയക്കൂല. അതാണ് സുമാമന്റെ പവർ. അതുകൊണ്ടാണ് ആ യുദ്ധത്തില് സ്വഹാബാക്കൾ സുമാമനെ കൊല്ലാതെ ജീവനോട് റസൂലുള്ളാഹിന്റെ മുമ്പിലെ കൊണ്ടുപോയി കൊടുത്തത്. അതുകൊണ്ടാണ് റസൂലുള്ള 3 ദിവസം പള്ളിയിൽ കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞത്. സുമാമ മനസ്സിലാക്കട്ടെ. കാരണം സുമാമ വലിയ കോടീശ്വരനാണ്. മക്കയിലേക്ക് റേഷൻ കൊടുക്കുന്നത് ആരി? സുമാമയാണ് റേഷൻ കൊടുക്കുന്നത്. നമ്മ റേഷൻ കടയിൽ മുമ്പ് സർക്കാർ റേഷൻ തരുന്നത് ഒരു വ്യക്തിന്റെ അല്ല. പക്ഷെ മക്കത്ത് അന്ന് ഭക്ഷണം കൊടുക്കുന്നത്, റേഷൻ കൊടുത്തിരുന്നത് സുമാമ റളിയല്ലാഹു അൻഹു ആണ്. അതാണ് സുമാമ അബൂജഹലിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സമ്മതം വേണം, ഇനാ തരൂല. ഇത് കേട്ടപ്പോ യോറാകെ ബേജാറായി. ഇവർ വിഷമായി. ഇവരെല്ലാം കൂടി എന്താക്കുന്ന ഇപ്പൊ? സുമാമ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിന്നല്ലേ, എന്താക്കുന്ന ഇപ്പൊ? അപ്പൊ ഉടനെ ഒരു കത്ത് എഴുതി. ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? മക്കന്ന് ആട്ടി ഓടിച്ച റസൂലുള്ളാഹിക്കാ പോയത്. ഈ ഹംകീങ്ങളാണ് റസൂലുള്ളാഹിനെ ആട്ടി ഓടിച്ചത്. എന്നിട്ട് അതേ റസൂലുള്ളാഹിക്ക് കത്തെഴുതാണ്. എന്താണ്? മുഹമ്മദേ, നമ്മ ഒരേ നാട്ടുകാരല്ലേ, ഒരേ കുടുംബക്കാരല്ലേ, ഞങ്ങൾക്കുള്ള ഭക്ഷണം തടയല്ലേ, ഒന്ന് സുമാമനോട് പറയണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച്. അങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് സുമാമ മദീനയിലേക്ക് എത്തുന്നതിന് നേരത്തിന് മുമ്പ് മറ്റൊരു വഴിയിലൂടെ എന്താക്കി? മദീനയിലേക്ക് ഈ കത്തിനെ റസൂലുള്ളാഹിക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി കത്തൊക്കെ വായിച്ച് ഇരിക്കുമ്പോ സുമാമ മദീനയിലേക്ക് വന്നു, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. അല്ല സുമാമ, എന്തായി? റാഹത്തല്ലേ ഉംറെല്ലാം ചെയ്തിട്ട്? എന്താ പ്രശ്നം? ഇല്ല നബിയെ, ഇനി മക്കത്തേക്ക് ഞാൻ റേഷൻ കടത്തുന്നില്ല നബിയേ. അല്ല, അവരെന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തി, തങ്ങളെ വല്ലാണ്ട് ചീത്ത പറഞ്ഞു, എനിക്കത് കഴിയൂല, അതിന് കൊടുക്കൂല എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സുമാമ അത് ശരിയല്ല, ഏതായാലും കത്തയച്ചിട്ടുണ്ട്. കത്തയച്ചിട്ടുണ്ടോ? ഓ, എന്താണ്? അല്ല, അത് നീ കൊടുക്കണം, ഓർക്ക് വല്ലാണ്ട് ബേജാറായി, വിഷമായി.
അത് തങ്ങൾ പറഞ്ഞു കൊടുക്കും. തങ്ങൾ എന്നോട് പറയുന്നുണ്ടാ, ഞാൻ റെഡിയാണ് നബിയേ. ഞാൻ അവരോട് പറഞ്ഞതും അത് തന്നെയാണ്. തങ്ങളെ സമ്മതമില്ലാതെ എലി ഞാൻ അയക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത് നബിയേ. നബി തങ്ങൾ പറഞ്ഞേതായാലും നീ കൊടുത്തോണ്ടുണ്ടായതല്ലേ, അതിനെ നീ നിർത്തണ്ട, അത് നീ തടസ്സം നിൽക്കണ്ട സുമാമാ, നീ അത് കൊടുത്തുകൊണ്ടിരിക്കണേ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നക ലതസിലുർ റഹിമാ. ഇത്രയും പ്രയാസത്തിന്റെ നേരത്ത് റസൂലുള്ളാഹിനെ ഇത്ര ഇടങ്ങേറാക്കിയിട്ട് ജനിച്ചു വീണ നാട്ടിൽ നിന്ന് ഓടിച്ചതായ ജനങ്ങള് അവർക്ക് ഇത്രത്തോളം കൃപയോടുകൂടെ പെരുമാറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ജനിച്ച നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് നിങ്ങൾ പോകണമെന്നില്ലെങ്കിൽ പോവോ? നിങ്ങൾ പോന്ന് പറഞ്ഞവന് പോയിക്കുമ്പോ ഓന് നാട്ടിൽ അഡ്രസ്സിലാണ്ടാക്കുമ്പോ അല്ലേ? ഇനി SIR അല്ല, ഇനി ഒരു മണ്ണാങ്കട്ട വന്നെങ്കിൽ എന്ത് NRC വന്നെങ്കിലും കുന്തം വന്നെങ്കിലും നടക്കില്ലാന്ന് ഉറപ്പാണ് അല്ലേ? ഉറപ്പാണത്. നടന്നാ എവിടാണതിനെ? ഇങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഭരണകർത്താക്കൾ അല്ലാഹു തആല അവർ ഹലാക്കാക്കുമാറാകട്ടെ. ആമീൻ. ഒരു മടിയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമുക്കൊരു ഇബാദത്ത് ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇന്ന് രാവിലെ നാളെ എന്ത് നിയമം വരുന്നു അള്ളാഹ്ക്ക് അറിഞ്ഞു അല്ലേ? ദിവസം ഓരോ നിയമം ഓരോ വരുന്നതാണ്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ SIR വന്ന് കുറെ അത് SIR വന്ന് ഇനി കുറച്ച് NRC വന്ന് പിന്നെ CAA വരുന്നു, അത് വൽക്കന്റെ ഓർമ്മ. ഇപ്പൊ ജനറൽ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, ആധാർ കാർഡ് വിട്ടു. ഇപ്പൊ എന്ത് ഡോക്യുമെന്റ്സിന് വേണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഗവൺമെന്റ് ആനുകൂല്യമായിട്ട് ഇത് ജനറൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഓരോ തറവാടിന് കൊണ്ടിരുന്നത്. ഏടുന്ന് കൊണ്ടിരുന്ന ബാബ ഇത് മലാമത്ത് ഓൻ്റെത് ഉണ്ടാവോ? ഈ പറയുന്നതിന് നിയമം കൊണ്ടിരുന്ന ഈ പ്രധാനമന്ത്രി ഓൻ്റെ ഉണ്ടാ ജനറൽ സർട്ടിഫിക്കറ്റ്? ഓനിക്ക് വിദ്യാഭ്യാസം ഏതും തന്നെ അള്ളാഹ് അറിഞ്ഞു. ഏത് സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നോ ഇന്ന് വരെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഓനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിഷമമുണ്ട്. അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് റസൂൽ. നമ്മൾ സ്വന്തം ജനിച്ചു വീണ നാട്ടിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഇതില്ല എന്നറിയെങ്കിൽ നടക്കുന്ന കാര്യമാണോ? ഇന്ത്യ മഹാരാജ്യം 800 കൊല്ലക്കാലം ഭരിച്ചതാരാ? മുഗൾ രാജാക്കന്മാർ, ഇസ്ലാമിന് മുസ്ലിമീങ്ങളല്ലേ? അന്ന് ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അവർ നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നമ്മളെ ഇന്ന് പുറത്താക്കാൻ നോക്കാണോ? ഇനി മുസ്ലിമികൾ ഇല്ലെങ്കിൽ ഓർ എന്താ കട്ടി? ഈ ഗുൽമാലൊന്നും ആക്കാൻ മുസ്ലിമീങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി ആരോട് ഗുൽമാലാക്കട്ടിനോർ? ഈ കളട്ട് ആരോടാക്കുന്നവർ? ഒന്ന് ആലോചിച്ച് നോക്കും ഇനി നിങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ എപ്പോഴും നല്ലോണം ദ്വാരക്കണം. നല്ലോണം ദ്വാര കൊണ്ടേ രക്ഷപ്പെടുവാൻ പറ്റുള്ളൂ. ഈ മുസീബത്തുകളൊന്നും ഇല്ലാണ്ടായിട്ട് കിട്ടണം. ഇനി ഉണ്ടെങ്ങനെ സാരില്ല, അള്ളാഹുവിന്റെ സഹായം നമുക്ക് എപ്പോഴും വേണം. അള്ളാഹുവെ, ഈ മറപെട്ട് കിടക്കുന്ന ഈ സാലിഹായ മനുഷ്യൻ, ഈ മനുഷ്യൻ നീ സ്വീകരിച്ചതുപോലെ ഈ മഹാനായ ഷെയ്ഖിനെ ബഹുമാനിക്കുന്ന ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. വഫാത്തായിട്ട് മറമാടി, ഈജിപ്തിൽ മറമാടിയപ്പോ അന്ന് 36 ഭർത്താവ് തീരുമാനിച്ചു മദീനയിലാണ് ജനിച്ചത്, അങ്ങനെ മദീനയിലേക്ക് മയ്യത്ത് കൊണ്ടുപോവാന്ന് വിചാരിച്ചു വഫാത്തായ നേരത്ത്. അപ്പൊ നഫീസത്ത് മിസ്രി കിടക്കുന്ന ഖബറേതാ? 6000 ഖത്തം തീർത്ത ഖബറിലാണ് നഫീസത്ത് മിസ്രി കിടക്കുന്നത്. ഖബർ, സ്വന്തം ഖബർ കുഴിച്ചിട്ട് 6000 ഖത്തം ഓതിയിട്ടുണ്ട് നഫീസത്ത് മിസ്രി റളിയല്ലാഹു അൻഹ. അള്ളാന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞെങ്കിൽ പച്ചസാരം നടന്നല്ല, നല്ലോണം മണിയെടുത്തിട്ടുണ്ട് അവർ. അങ്ങനെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് മദീനയിൽ കൊണ്ടുപോകാൻ അന്ന് രാത്രി ഭർത്താവിന് സ്വപ്നം, റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നഫീസയുടെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകരുത്, അത് ഈജിപ്തിൽ തന്നെ മറമാടണം. നഫീസത്തുൽ മിസ്രിയുടെ മയ്യത്ത് ഈജിപ്തിലുള്ള കാലത്തോളം അള്ളാന്റെ ബറക്കത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആ തീരുമാനം മാറ്റിയത്. നഫീസത്തുൽ മിസ്രിയുടെ ഭർത്താവ് തിരിയവന് ആ തീരുമാനം മാറ്റിയത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ നാടിനേക്കുള്ള അഭിമാനവും
ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഈ നാടിന്റെ സ്തംഭനമാണ്. നമ്മുടെ ഈ നാട്ടിന്റെ ജീവന്റെ സ്തംഭനം, ഈ ജീവന്റെ നാടി, ജീവനാടി എന്ന് പറയുന്നത് ഈ മഹാനാണ്. എങ്കിൽ ആ മഹാന്റെ ബറക്കത്ത് നിലനിൽക്കണമെങ്കിൽ ആ മഹാനുഭാവനോട് എപ്പോഴും നമുക്ക് ബഹുമാനം വേണം, നല്ലോണം ആദരവ് വേണം. ആ നിലക്ക് നമ്മൾ ജീവിക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് നമുക്ക് കിട്ടും, യാതൊരു സംശയമില്ല. ഈ നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം ശരിയാണെങ്കിൽ മഹാൻ യൂസുഫ് നബ്ഹാനിയെ പോലത്തെ വലിയ താരീഖിന്റെ പണ്ഡിതന്മാർ വരെ രേഖപ്പെടുത്തപ്പെട്ട കറാമത്താണത്. എങ്കിലത് നമ്മൾ ഈ നാട്ടിലും ഉണ്ടാവണം. അള്ളാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് അങ്ങനെ മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു വീണ്ടും റസൂലുള്ളാഹിന്റെ കൽപ്പന പ്രകാരം അങ്ങനെ അവിടത്തേക്ക് മദീനയിലേക്ക് അതേ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അതാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയെ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അല്ലേ, നബി തങ്ങൾ മക്കയിൽ ജീവിക്കുമ്പോൾ നബി തങ്ങൾ ശരിക്കും നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല, ഒന്ന് ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ പോലെയാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ടാമത് കൊടുക്കണമെന്ന് പറഞ്ഞ ആ മനസ്സുണ്ടല്ലോ, അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇത്ര വലിയ നേതാവാൻ കാരണം. മനസ്സിലാക്കണം. അതാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ഇന്ന് രണ്ടാമത് നബി തങ്ങൾ എന്നിട്ട് മഹാനായ സുമാമ റളിയല്ലാഹു അൻഹു ഇന്ന് മദീനയിൽ അങ്ങനെ ജീവിക്കുക, റസൂലുള്ളാഹിനെ സഹായിച്ചുകൊണ്ട് ജീവിച്ചു. അതേപോലെ രണ്ടാമത് പറയുമ്പോ തഹ്മീലുൽ കല്ല, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ആളാണ് തങ്ങൾ. അല്ലേ, നബി തങ്ങൾ മക്കയിലിരിക്കുന്ന നേരത്ത് എപ്പോഴാണ് റസൂലുള്ളാഹിനെ കൊല്ലാൻ കിട്ടുന്നതെന്ന് അബൂജഹൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ ഒരു സൈഡിൽ, എല്ലാവരും ജനങ്ങളെല്ലാം മക്കയിലെ പട്ടണങ്ങളിൽ അപ്പുറം ഇപ്പുറം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഇങ്ങനെ പോകുമ്പോൾ റസൂലുള്ളാഹി ഒറ്റയ്ക്കിരിക്കും. റസൂലുള്ളാഹിനെ ആരും ഉണ്ടൂല. എന്താ, റസൂലുള്ളാഹിനെ പിരാന്തനെന്നാ വിളിപ്പിക്കുന്നത്. പിരാന്തൻ എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടുന്നില്ല. റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു മക്കയിൽ, ആരുമില്ല സഹായത്തിന്. ആ സമയത്താണ് ഇറാഷ എന്ന് പറയുന്ന ഒരു അടിമ, ഇറാഷ എന്ന് പറയുന്ന ഒരു അടിമ വന്നിട്ട് മക്കയിൽ കഅബന്റെ അടുക്കൽ ഇവരെല്ലാം ഇരിക്കുന്നുണ്ട്. ആരി, അബൂജഹലല്ലാത്ത ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, അങ്ങനത്തെ മക്കയിലുള്ള വലിയ വലിയ നേതാക്കന്മാരെല്ലാം ഇരിക്കുന്നുണ്ട് അവിടെ. ആ ഇരിക്കുന്നിടത്ത് പോയിട്ട് ഇവർ പറഞ്ഞു, ഈ ഇറാഷ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ നേതാവല്ല അബൂജഹലി, വെക്കൂ, എനിക്ക് കുറച്ച് പൈസ തരാനുണ്ട്, ജോലി എടുത്ത പൈസ തന്നിട്ടില്ല, ആയതുകൊണ്ട് അത് എനിക്ക് വാങ്ങിത്തരണം, എനിക്ക് നാട്ടിലേക്ക് പോകണം. ഇല്ലേ, നമ്മളങ്ങനെയല്ല, ചില ആൾക്ക് മജൂറി കൊടുക്കുന്നത് ഭയങ്കര ബനയാണ്. പണിയെടുപ്പിച്ച് കൊടുക്കാൻ ഭയങ്കര, പൈസ കൊടുക്കാൻ ഭയങ്കര മടി. അങ്ങനെ ഒരിക്കലല്ലേ നമ്മളെ നിമിത്തങ്ങൾ എന്താ പഠിപ്പിച്ചത്? പണിയെടുത്തവന്റെ വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് അവനിക്ക് അവന്റെ വേതനം, അവനിക്ക് അവന്റെ ശമ്പളം കൊടുക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു, അബൂജഹൽ അടുക്കലേക്ക് പോവാനാ, ആയിക്കോട്ടെ, ഏതായാലും നീ ഒരു കാര്യം ചെയ്യും, അത് ആടെ ഒരാൾ ഇരിക്കുന്നില്ലേ, അയാൾ മുട്ട പോറുന്നു, അയാളെ മുട്ട പോറും, അയാൾ ചെല്ലും. ഇതാരാണ്? സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ഇറാഷക്ക് അറിയില്ല, ഈ അടിമച്ചക്കൻ അറിയില്ല ഇത് ഇങ്ങനത്തെ ആളാണ്, അബൂജഹൽ കാക്കുന്ന ആളാണെന്ന് അറിയില്ല, കൊല്ലാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി തങ്ങളുടെ പോയിട്ട് ഇറാഷ പോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്ന ആളാണ്. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളോട് പറയണമെന്ന്. ആയിക്കോട്ടെ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പൈസ തരാണ്ട് അബൂജഹൽ തന്നിട്ടില്ല. ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി നടന്ന് കൈപിടിച്ച്, ഇറാഷന്റെ കൈപിടിച്ചിട്ട് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയിട്ട് റസൂലുള്ളാഹി തങ്ങൾ വാതിൽ മുട്ടി. ഈ വാതിൽ മുട്ടിയ നേരത്ത് ഇവിടുത്തെ ജനങ്ങളെല്ലാം ആകാംക്ഷയോട് നോക്കാണെന്ന്. എല്ലാരും അവിടെ ഒരുമിച്ച് കൂടി. എന്തിനാ? റസൂലുള്ളാഹിനെ ഇപ്പൊ മുഹമ്മദിനെ അബൂജഹൽ കൊല്ലുന്നത് കാണാൻ, ലൈവായിട്ട് കാണാൻ. അങ്ങനെ ലൈവായിട്ട് കാണുമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ തടിച്ചുകൂടി. അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും നോക്കുന്നു. അബൂജഹൽ വാതിൽ തുറക്കുന്നു, റസൂലുള്ളാഹിനെ കാണുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് അബൂജഹൽ ചോദിക്കുന്നു, അല്ല എന്താ വന്നത്? അല്ല ഇവന് എന്റെ അടുക്കൽ ജോലി ചെയ്തിന്
എന്നിട്ട് ഇവന്റെ കൂലി കൊടുത്തിട്ട പോലും ഇല്ല, കൊടുത്തിട്ടില്ല, അത് പിന്നെ കൊടുക്കാന്ന്. പിന്നല്ല, ഇപ്പൊ കൊടുക്കണമെന്നില്ല. ഇപ്പൊ കൊടുക്കണതാണ്. ആയിക്കോട്ടെ. അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി പൈസ എടുത്തിട്ട് ഇറാഷക്ക് അതിന്റെ ഓന്റെ ശമ്പളം കൊടുത്തു, അബൂജഹൽ കൊടുത്തു. റസൂലുള്ളാഹി അഭിമാനത്തോടെ തിരിച്ചു വന്ന് നടന്നിട്ട് വരെ പോക്ക് പോയി. കണ്ട നാട്ടാറല്ലേ ബേജായ. എപ്പോഴും പറയും മുഹമ്മദിനെ കിട്ടിയെങ്കിൽ ഇപ്പൊ കൊല്ലുന്ന് പറയുന്നവന് ഇത്ര ലൈവായിട്ട് ഇത്ര വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ലല്ലേ? എന്താ കൊല്ലാത്തത്? ഈ ശത്രുക്കൾ വന്നിട്ട് ഇവരെല്ലാം വന്നിട്ട് അബൂജഹലിനോട് ചോദിച്ചു റസൂലുള്ളാഹി പോയതിനു ശേഷം, അല്ലെ എന്ത് നിങ്ങൾക്ക് ആയതെന്ന് വെച്ചു. എന്തിന്റെ ആന്നത്? എന്താ ആവാൻ ബാക്കിയുള്ളത്? ഞാന് കൊല്ലാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് നിന്നതായിരുന്നു. പക്ഷേ നബിത്തങ്ങളോട് സംസാരിക്കും. നബിത്തങ്ങളെ പെരടിന്റെ ഭാഗത്ത് വലിയൊരു വൺട ഉണ്ടായിരുന്നു. ഈ വൺട ഇങ്ങനെ എന്റെ ബായ് തുറന്ന് ഇങ്ങനെ തിന്നാൻ വേണ്ടി നോക്കാണ്. ഞാനെങ്ങാനും റസൂലുള്ളാഹിന്റെ വാക്കിന് മാറുകാട്ടിയിരുന്നെങ്കിൽ ആ ഒട്ടകം എന്നല്ല അക്കലനി, ആ വൺട എന്നെ തിന്നുമായിരുന്നു. എനിക്കത് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. റസൂലുള്ളാഹിനോടൊന്നും പറയാതെ പോയത്. അതാണ് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹനെ പേടിച്ചാൽ അവനെ എല്ലാവരും അവനെ പേടിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. അള്ളാനെ പേടിച്ചാൽ അള്ളാന്റെ സഹായം നമുക്കുണ്ടാകും. ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴിയിലുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കുക, അതാണ് മഹാനായ റസൂലുള്ളാഹി വതഹ്മീലുൽ കല്ലാ. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വന്നാൽ അത് ഏറ്റെടുത്തുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് ഖബീലയിലെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുന്ന ആളാണ് തങ്ങള് എന്ന് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് പനി അങ്ങോട്ട് സുഖപ്പെട്ടു പോയി. നിങ്ങളെ മനസ്സിലാക്കണം. അതാണ് മഹാനായ നബി തങ്ങൾ പറയുന്ന ഹദീസിൽ പറഞ്ഞത്. അതാണ് കുടുംബ ബന്ധം മുറിക്കുന്ന കാലം. ഇന്ന് നമ്മൾ കേവലം നമ്മളെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് വെറും വാട്സപ്പിലുള്ള കുടുംബത്തിന്റെ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങിപ്പോയി. പരസ്പരം കാണുന്നില്ല, കുടുംബ സന്ദർശനമില്ല. ഇന്നും അത് ഗെറ്റ് ടുഗദറായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാം ഒന്നിച്ച് കൂടാം. ഈ ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നൊരു സംവിധാനം ഇത് എവിടെ നിന്ന് വന്നു? അങ്ങനെയുണ്ട് ഒരു കുടുംബ ബന്ധം പുലർത്തല്. അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? ഒരു കുടുംബം മുഴുവനും ഒരുമിച്ച് കൂടുമ്പോ ആ കുടുംബം അതിലുള്ള പ്രശ്നം എന്തെന്നറിയുമോ? ഈ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തില് അതേ ചിലപ്പോ പാവപ്പെട്ടവനുണ്ടാവാം, പണക്കാരനുണ്ടാവാം. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ തുടക്കകാലത്തിൽ നിങ്ങളെ സഹായിച്ചവൻ ഇന്നും ഫക്കീറായിരിക്കും, മിസ്കീനായിരിക്കും. നീ വലിയ മുതലാളിയായിരിക്കും. ഗെറ്റ് ടുഗദറിന്റെ നേരത്തെ അവന് ചെറുതായിട്ടും നീ വലിയ അറിയപ്പെടുന്ന ആളായിട്ടും അവിടെ വരുമ്പോ അവന്റെ മനസ്സിന് വിഷമമുണ്ടാകും. അവനെ നീ മെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ വിഷമമുണ്ടാകും. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് അവിടെയും നമ്മൾ കുടുംബ ബന്ധത്തിൽ പ്രശ്നം വരും കേട്ടോ. അതിന് പുറമെ കണ്ണു ദൃഷ്ടി വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് നമുക്ക് വലിയ നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ കുടുംബക്കാരെ നമ്മൾ പോയിട്ട് കാണുക, പരസ്പരം പോയി കണ്ടുകൊണ്ടുള്ള ബന്ധമുണ്ടാക്കുക എന്നല്ലാതെ ഇന്ന് പരസ്പരം കാണുന്നില്ല. ഇന്ന് അങ്ങോട്ട് അങ്ങനെ വലിയ കുടുംബപരമായിട്ടുള്ള ചിന്ത തീരെയില്ല. അതാണ് ഇന്ന് ആയുസ് കുറയുന്നത്. പെടുന്നനെ മരണപ്പെട്ടു പോകുന്നു. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഒരാൾക്ക് ആയുസ്സിലെ നീണ്ടു കിട്ടാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവണമെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഇന്ന് ചൊടിക്കുന്ന എങ്ങനെ അറിയോ? ചൊടിക്കുന്ന എങ്ങനെ അറിയുന്നേ? ചൊടിക്കുന്നെങ്കിൽ 10 കൊല്ലം 5 കൊല്ലം ഒന്നിച്ച് ചൊടിക്കല് പോ. പെരുന്നാളിന്റെ കണ്ടെങ്കിൽ പോലും മുണ്ടിയായിരുന്നില്ല. പെരുന്നാൾ നിസ്കാരം എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ഓനെ കാണുമ്പോ നല്ല കുണ്ടി തിരിച്ചങ്ങോട്ട് പോക്ക് പോ.
ആര്? സ്വന്തം ജ്യേഷ്ഠനും അനുജന്മാരും ഉപ്പയും മക്കളും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ കുടുംബ ബന്ധം മുറിഞ്ഞു പോയി. അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുക എന്തൊരവസ്ഥയാണ്. അതേസമയത്ത് നിസ്കരിക്കുമ്പോ ജമാഅത്ത് ഒന്നിച്ചില്ലാന്ന്. അപ്പൊ അത്തഹിയ്യാത്ത് ദ്വാരക്കുന്നില്ല. എന്ന് ദ്വാരക്കുന്നേ എന്തിനെ? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ഇല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബി റഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ. ആരി? നമ്മളെ മേലെല്ലാം സലാം ഉണ്ടാവട്ടെ. ആരി? ബാക്കിലുണ്ട് 10 കൊല്ലം ചൊടിച്ചവന് ആട് ദ്വാരക്കുന്ന അത്തഹിയ്യാത്ത് അസ്സലാമു അലൈനാ. നമുക്കല്ല പുറത്തിഞ്ഞ് ഓനോട് സലാം പറയുന്നില്ല, അസ്സലാമു അലൈക്കും അറിയുന്നില്ല. അത്തഹിയ്യാത്ത് ദ്വാരക്കുന്നുണ്ട്. ദീൻ ഇസ്ലാമിന്റെ ആ ഇസ്ലാമിന്റെ സഹോദരൻ എന്ന് പഠിപ്പിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. എത്ര ചെറിയ വാക്കാണ് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങള് സഹോദരന്മാർ മാത്രമാണ് എന്നതിന്റെ അർത്ഥം അതാണ്. അസ്സലാമു അലൈനാ. അവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും മേലായി. സോ തങ്ങളുടെ മേലും സലാം ഉണ്ടാവട്ടെ, നമ്മളെല്ലാവരും മേലും ഉണ്ടാവട്ടെ. നോക്ക് ഇസ്ലാമിന്റെ ആ ഒരു നിയമം ഒന്ന് നോക്ക്. അതേപോലെ തന്നെ സഫ് കെട്ടുന്നത് നോക്കിയേ, മലായിക്കത്തിന്റെ സഫാണ്. ആ സഫ് കെട്ടുന്നതിലും നമ്മൾ മനസ്സിലാക്കണം, മഹാനായ നബി തങ്ങൾ പറഞ്ഞ സഫ് കെട്ടുക, സഫിനെ ശരിപ്പെടുത്തണം, ശരിക്കും മണം ഒപ്പിച്ച് ചുമരും ഒപ്പിച്ച് നിൽക്കണം. അങ്ങനെ ഒപ്പിച്ച് നിന്നാൽ നമുക്ക് നല്ലതാണ്. ഇല്ലെങ്കിലോ ഔല യുഖാലിഫന്നല്ലാഹു ബൈന ഖുലൂബിക്കും, നാട്ടിൽ ഒഗട്ടുണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി. നാടുകളിൽ ഒപ്പന്തം ഉണ്ടാവണമോ, എല്ലാവരും ഒഗട്ടാവണമെങ്കിൽ സഫ് ശരിപ്പെടുത്തണം. സഫ് ശരിയായില്ലെങ്കിൽ നിങ്ങളെ ഹൃദയത്തിന്റെ ഇടയിൽ അള്ളാഹു അഭിപ്രായ വ്യത്യാസം ഇട്ടുതരുമെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയമുള്ള നമ്മളെ കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലും നാടിന്റെ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിലും വളരെയേറെ ജാഗ്രത പാലിക്കണം. ഈ രണ്ട് കാര്യം നിങ്ങൾ വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് മഹാനായ നബി തങ്ങൾ പറഞ്ഞത്. ഈ ഖിയാമത്ത് നാളിന്റെ അവസാന കാലഘട്ടത്തിൽ വഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത് അത് യഥേഷ്ടമുണ്ടാകും കേട്ടോ. അത് ഉണ്ടാകുന്നതിന് മുമ്പ് ബാദിറൂ ബിൽ അഅമാലി സിത്താ, ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് സാലിഹായ അമലുകളെ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ. അവസാനമായി നബി തങ്ങൾ പറഞ്ഞത് വനശ്വയത്തഖിദൂനൽ ഖുർആന മസാമിറ യുഖദ്ദിമൂന അഹദഹും ലിയുഗന്നിയഹും വഇൻ കാന അഖല്ലഹും ഫിഖഹാ. വനശ്വയത്തഖിദൂനൽ ഖുർആന മസാമിറ, ഖുർആനിനെ മ്യൂസിക്കാക്കുന്ന കാലഘട്ടം കേട്ടോ. ഒരു പറ്റം യുവാക്കള് പരിശുദ്ധ ഖുർആനിനെ മ്യൂസിക്കാക്കും കേട്ടോ. നമ്മളെ മൊബൈലിന്റെ റിംഗ് ട്യൂൺ എല്ലാം അല്ലേ? റിംഗ് ട്യൂൺ എന്താണ്? മക്കത്തെ ഇമാമിന്റെ ഓത്ത, അല്ലെങ്കിൽ എൽറാമിലെ എണിക്കുന്നത് ഈ മക്കത്തെ ഇമാമിന്റെ ഓത്തിലാണ് എണിക്കുന്നത്. നല്ല കാര്യമല്ല ഉസ്താദ്, നല്ല തന്നെപ്പാ, നല്ലതല്ല ആര് പറഞ്ഞ? പക്ഷെ ഇങ്ങനെ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. എന്താക്കുന്നത് അല്ലേ? ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ബാങ്കിന്റെ സമയമാകുമ്പോൾ എൽറാമ്പ് ബാങ്കിൽ മൊബൈൽ ബാങ്ക് കൊടുക്കുന്നു. ഇസ്ലാമിന്റെ ഒരു കാര്യത്തെ ബഹുമാനിക്കണം, നമ്മൾ ബഹുമാനിക്കണം. ഈ മൊബൈലും പിടിച്ചിട്ട് കക്കൂസിൽ പോയെങ്കിൽ ആടി എൽറാമ അടിച്ച എന്താവും? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ആലോചിച്ചു. അപ്പൊ അതിന് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. അതാണ് നമ്മുടെ ദീന് പറയുന്നത്. അള്ളാഹുവിന്റെ ഷിആറുകൾ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിച്ചാൽ അത് ഹൃദയത്തിന്റെ ഭക്തിയിൽപ്പെട്ടതാണ്, ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണത്. അങ്ങനെ ബഹുമാനിക്കണം. അതിനെ കൊടുക്കേണ്ട ആദരവ് നമ്മൾ കൊടുക്കണം. അതിന്റെ അസ്ഥാനത്ത്, അതിനെ സ്ഥാനമല്ലാത്ത സ്ഥാനത്ത് നമ്മൾ വെക്കാൻ പാടില്ല.
ഖുർആനിനെ മിസ്മാറുകളാക്കുന്ന കാലഘട്ടം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു യുഖദ്ദിമൂന അഹദഹും, അങ്ങനെയുള്ള കൂട്ടരെ അവർ എന്തെയും മുന്തിക്കും, ഇമാമത്ത് നിർത്തും, യുഗന്നിയഹും, രാഗം വലിച്ച് ഓതാൻ വേണ്ടിയിട്ട്. പക്ഷേ വൈകാന അഖല്ലഹും ഫിഖ്ഹ, അവനിക്ക് നിസ്കാരത്തിന്റെ മസ്അലകളൊന്നും അറിയില്ല. ഇപ്പൊ അങ്ങനെയുണ്ട് ചില സ്ഥലങ്ങളിൽ. റമളാൻ മാസത്തിൽ ഒരു ഹാഫിദിനെ കൊണ്ടുവരും, ഒരു ചെറിയ ഹാഫിദിനെ കൊണ്ടുവരും. പള്ളിയിൽ ഇമാമിനിക്ക് ഒരു വിലയില്ല, ഓന് ഇമാമിനെ ബാക്കിൽ നിർത്തും. എന്നിട്ട് ഹാഫിളോ എനിക്ക് ഫിഖ് ഒരു ഒന്നാം റക്കാത്ത് ഇരുന്നെങ്കിൽ എന്താ, എന്ത് തറാവീന് ഒന്നാമത്തെ റക്കാത്ത് എന്താക്കണം ഇരുന്നെങ്കിൽ എന്താക്കണം അറിയില്ല, മസ്അല അറിയില്ല. ഈ രാഗത്തിന്റെ ഓത്ത് കേൾക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതാണ് നിബിത്തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളൊന്നും ചാലിച്ചു നോക്കുക. നിബിത്തങ്ങൾ പറഞ്ഞെന്താ, ഈ ഖിയാമത്ത് നാൾ എടുക്കൂല ഹത്താ തറൗ ഉമൂറൻ ഇളാമൻ, വണ്ണമായ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ. ഏതാ കാര്യം? ലാ തുഹദ്ദിസൂന ബിഹാ അൻഫുസകും, നിങ്ങൾ കണ്ടിട്ടില്ല, കാണാത്ത പോരാ, നമ്മൾ ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കാണുന്നവരെ. ഇല്ലേ? നിക്കാഹുൽ മർഅത്തിൽ മർഅ വനിക്കാഹുർ റജുലിർ റജുല, ആണിനെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം. ഇതൊക്കെ ഞാൻ ഈ ഹദീസ് കാണുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് ഹദീസാണ്, ഇതൊക്കെ എടപ്പ് ഇതൊക്കെ ഉണ്ടാവോ എന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്. ഇബ്നു കസീറിലാണ് ഈ ഹദീസ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നത് പുലർന്നില്ലേ? ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, ആണ് പെണ്ണാകുന്നു, പെണ്ണ് ആണാകുന്നു. ഇങ്ങനെയുള്ള കാലഘട്ടം ഇതൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഇതൊന്നും സംഭവിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി, എത്ര അർത്ഥവത്തായ വാക്കാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. എന്നിട്ട് മഹാനായ നബി തങ്ങൾ പറയുന്നു, ആണിനെ കല്യാണം കഴിക്കുന്നതും പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതും, ലെസ്ബിയൻ, അതുപോലെ ലിവിങ് ടുഗദർ, ഇങ്ങനെ പലതും വന്നില്ല ഇന്ന്. നിക്കാഹിന്റെ ആവശ്യമില്ല, നിക്കാഹില്ലാതെ തന്നെ ആരെങ്കിലും ഒപ്പം കൂടി ജീവിക്കാം. അങ്ങനെ അതാണ് ഒരു ഭാഗത്ത് റസൂലുള്ളാഹി പറഞ്ഞു കസ്റത്തുസ് സിനാ, വ്യഭിചാരം അധികരിക്കുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? എത്രത്തോളം എന്നറിയുമോ? ആ വ്യഭിചാരം എന്ന് ഇനി കാണാൻ പോകുന്നത് അതേ റോഡ് സൈഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുമ്പോ ബസ്സുകളിൽ പോലും ഇനി കാണാനിരിക്കുകയാണ് കേട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? പലതും കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ലൈവായിട്ട് ഇതൊക്കെ ഇനി ഉണ്ടാവാൻ വേണ്ടി പോവാണത്. ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് മഹാനായ നബി തങ്ങൾ പറഞ്ഞെന്താ, അവർക്ക് നിസ്കാരമില്ല, അവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഈ അവസ്ഥയിൽ അവർ നിലനിൽക്കുന്ന കാലത്തോളം അവരുടെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് ഖാല റസൂലുള്ളാഹി. ആണിനെ കൊണ്ട് മതിയാക്കുന്ന കാലഘട്ടം, പെണ്ണ് പെണ്ണിനെ കൊണ്ട് മതിയാക്കുന്ന കാലഘട്ടം. എത്ര അർത്ഥവത്താണ് റസൂലുള്ളാഹിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അതേ നബി തങ്ങൾ പറഞ്ഞത്, അതേ ഈ ഖിയാമത്ത് നാളിൽ തഖൂമുസ്സാഅതു ഹത്താ തറൗ ഉമൂറൻ ഇളാമൻ ലം തകൂനു തറൗനഹാ വലാ തുഹദ്ദിസൂന ബിഹാ അൻഫുസകും. നിങ്ങളെ ഹൃദയത്തിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ, നിങ്ങൾ കാണുന്നത് വരെ
ഖിയാമത്ത് നാൾ എടുക്കൂല. അതേ നബി തങ്ങൾ പറഞ്ഞില്ല, തഖൂമുസ്സാഅതു ഹത്താ യകൂനൽ ഹജ്ജു ലിൽ മുനൂകി തനസ്സുഹാ വലിൽ അഗ്നിയാഇ മത്ജറാ വലിൽ ഫഖറാഇ മസ്അലാ. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ എടുക്കൂല. ഹത്താ യകൂനൽ ഹജ്ജു ലിൽ മുലൂകി തനസ്സുഹാ, ഹജ്ജ് എന്ന് പറയുന്ന അമല് അത് രാജാക്കന്മാർക്ക് ഒരു ടൂറാകുന്നത് വരെ. വലിയ വലിയ നേതാക്കന്മാർക്ക് ഹജ്ജ് എന്താണ്? ഓർക്കൊരു മൊബൈലിന് റിലാക്സ് ആണത്. മൊബൈൽ ആര് വിളിക്കണ്ട, ഒരു സൈലന്റ് ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ആരും ഇടങ്ങേറില്ലാണ്ടെന്ന് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇന്ന് അവർ ഹജ്ജിന് പോകുന്നത്. അറഫന്റെ 2 ദിവസം മുമ്പ് അല്ലെ 1 ദിവസം മുമ്പ് പോകും. 4 ദിവസം അവിടെ ഇരുന്നിട്ട് വരും. ആർത്തോളം എന്തില്ല, മൊബൈലില്ല, ഒന്നുമില്ല, ഒരു ഇടങ്ങേറൊന്നും കേൾക്കണ്ട. അങ്ങനത്തെ സുഖത്തിന് വേണ്ടി പോകുന്ന കാലഘട്ടം ഉണ്ടാകുന്നത് വരെ ഖിയാമത്ത് നാളെടുക്കൂല. മഹാനായ നബി തങ്ങൾ പറയുന്നു, അതേപോലെ അഗ്നിയായി മത്ജറാ, അഗ്നിയാക്കൾക്ക് പണക്കാർക്ക് അതൊരു കച്ചവടമാകുന്നവരെ. അഗ്നിയാക്കൾക്ക് അത് വലിയ ഒരു ടൂറിസ്റ്റ്, അവർക്ക് വലിയൊരു കച്ചവടം, ഒരു കച്ചവടമായി തീരുന്നത് വരെയും ഇല്ല. അങ്ങനല്ലേ ഇന്നലെ കച്ചവടമല്ലേ? ഹജ്ജിന്റെ പേരാണെങ്കിലും ഉംറന്റെ പേരാണെങ്കിലും എല്ലാം ട്രാവൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ ആണ്. ഓൻ അത്ര പൈസ പറഞ്ഞാൽ ഇത്ര പൈസക്ക് നീ ഇങ്ങനെ പോകാൻ, ഞാൻ ആക്കാൻ. എല്ലാം ഒരു കച്ചവടം മേഖലയായി മാറിയിരിക്കുന്നു. വലിൽ ഫുഖറാഇ മസ്അല, ഫഖീറന്മാർക്ക്, കഴിവില്ലാത്തവർക്ക് അത് ചോദിക്കാനുള്ളൊരു അവസരമായി മാറും. പാവപ്പെട്ടവനാണ്, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഒന്ന് ഉംറക്ക് പോകണമെങ്കിൽ ആഗ്രഹമുണ്ട് അല്ലേ, അവർ പോയി നേതാക്കന്മാരോട് പറയും, അവർക്ക് അവർ ചോദിച്ച് പൈസ വാങ്ങാനുള്ള ഒരു അവസരമാണത്. അങ്ങനെ ഹജ്ജും ഉംറക്ക് അങ്ങനെയായി തീരുന്നത് വരെ ഖിയാമത്ത് നാൾ എടുക്കൂല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ വൽതുമിസിദ് ദുനിയാ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവിനെ തേടപ്പെടുന്ന കാലം വരും കേട്ടോ. വൽതുമിസിദ് ദുനിയാ ബിഅമലിൽ ആഖിറ, ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവിനെ തേടപ്പെടുന്ന കാലഘട്ടം. ഇല്ല നോമ്പ് തുറ ഇല്ല, നോമ്പ് തുറക്കുമ്പോ അല്ല മറ്റുള്ളവർ നോമ്പ് തുറപ്പിക്കുമ്പോ അതിന് പോന്നു. എംഎൽഎ നോമ്പ് തുറപ്പിക്കല്, മന്ത്രിന്റെ നോമ്പ് തുറപ്പിക്കല്. ഓന്റെ നമ്മൾ ഇത്രയും നല്ല ഇബാദത്തിനെ അല്ലേ, ഇത്ര നല്ല ഇബാദത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് നല്ല റാഹത്തിൽ നോമ്പ്, നമ്മൾ ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് മുറിക്കണം നമുക്ക് പഠിച്ചത്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലേ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ആ നോമ്പ് തുറപ്പിക്കാൻ പോയി ആ ഭക്ഷണത്തിന് അവന് ഏത് കാശാണ് നമുക്ക് ഹലാൽ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റോ? അതിന് പുറമെ ആരുണ്ട് അവിടെ? സ്വാമിയുണ്ട്, ചർച്ചിൽ അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. ഓരെല്ലാം നല്ല ഉഷാറിൽ ക്യാമറക്ക് പോസ്റ്റ് നല്ല ചെയ്യുന്നുണ്ട്. ഇപ്പൊ വലിയ ഉസ്താദ് തൂക്കം പിടിച്ച കോയിനെ പോലെ ഉണ്ടാവും. അസറാകുമ്പോ അത് പൈച്ചിട്ട് ഉസ്താദ് ക്ലാസ് എടുത്തിട്ട് ക്ഷീണിച്ചിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെ ഈ രാഷ്ട്രീയ നമ്മളെ സംഘടന നടത്താൻ വേണ്ടിയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവിനെ തേടുന്ന കാലം എന്തുകൊണ്ട് പള്ളിക്ക് കൊണ്ടുവരുന്നില്ല നിസ്കരിക്കാൻ? ഈ പരിശുദ്ധമായ നോമ്പ് എന്ന് പറഞ്ഞ ഇബാദത്തിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയില്ലേ? അതിനെ ചെറുതാക്കി കണ്ടില്ല നമ്മള്? നല്ലൊരു ഭക്ഷണം കൊണ്ട് ഒത്താഴം വെച്ചു. അത്താഴം കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട്. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടല്ല, ആ അത്താഴ നേരത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്തുണ്ട് എന്നാ പറഞ്ഞത്. അത് എന്ത് കഴിച്ചാലും ബർക്കത്ത് തന്നെയാണ്. അത്ര നല്ലൊരു ഇത് ഭക്ഷണം കൊണ്ട് തുടങ്ങിയിട്ട് അവസാനം ഏതിൽ അവസാനിപ്പിക്കുന്നത്? അതുകൊണ്ട് അതിനേക്ക് നമ്മൾ പോകരുത്. എന്തുകൊണ്ട് ഹജ്ജിന് കൊണ്ടുപോകുന്നില്ല? അതേപോലെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്? മുഅ്മിനീങ്ങളെ, നല്ലൊരു ഇബാദത്ത്, പരിശുദ്ധമായ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിനെ ഇങ്ങനെ നമ്മൾ മോശമാക്കാൻ പാടില്ല. അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വൽതുമിസദ്ദി ദുനിയാ ബിഅമലിൽ ആഖിറ,
ആഖിറത്തിന്റെ അമല് കൊണ്ട് ദുനിയാവിനെ തേടുന്ന കാലഘട്ടമാണ് കേട്ടോ. ഇത് ഉണ്ടാവാത്ത കാലത്തോളം ഖിയാമത്ത് നാളുണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി, നമ്മുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ടതാണ് നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത്. അതിന് നമ്മൾ നിസ്കാരത്തിന് എത്ര പവിത്രത കൊടുക്കുന്നുണ്ടോ, ഹജ്ജിനിക്ക് എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടോ, സക്കാത്തിനിക്ക് എത്ര ബഹുമാനം കൊടുക്കുന്നുണ്ടോ, അതേ ബഹുമാനം, അതേ പവിത്രത നോമ്പിനും നമ്മൾ കൊടുക്കണം കേട്ടോ. ഹലാലായ സമ്പാദ്യത്തിലുള്ളതായ ഭക്ഷണം കൊണ്ട് നമ്മൾ നോമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കേണ്ടതും ഹലാലായ ഭക്ഷണം കൊണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ. ശുഭത്തിന്റെ മുതലിൽ നമ്മൾ നോമ്പിനെ മുറിക്കല്ലേ. അതുപോലെയുള്ളതായ നോമ്പ് തുറപ്പിക്കൽ നമ്മൾ സഹകരിക്കാനും പാടില്ല കേട്ടോ. ഇപ്പൊ ചിലപ്പോ ഇതെന്ത് ദീന്, ചിലപ്പോ ട്രോളെല്ലാം വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഞാനൊരു ഉസ്താദ് പ്രസംഗിച്ചിന് ഖസീൻസിനെ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മുസ്ലിമായ ഒരു ബ്ലോഗർ തന്നെയാ പറയുന്നത്, എന്ത് മൊയിലാറിയാളെന്ന്. ഖസീൻസിനെ, അതായത് ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മക്കള്, ഉമ്മാൻ അനിയത്തിന്റെ മക്കള്, ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ മക്കള്, അനിയൻ ആങ്ങളുടെ മക്കൾ, കാക്കാന്റെ മക്കളെന്ന് നോക്കാൻ പാടില്ല. പാടില്ല എന്നല്ലേ ഈ പറയുന്ന ഈ ബ്ലോഗർ, ആക്ഷേപിക്കുന്ന ഈ ബ്ലോഗറും മുസ്ലിമാണ്. ഓന് ദീന് പഠിക്കാണ്ട് പറയാണിത്. ദീനിന്റെ ഹുക്മുകൾ പഠിക്കാതെ അവൻ പറയാണ്. ഓൻ തരിമൂക്കണ്ട, ഓന്റെ പണി ഓനിക്ക് നോക്കിയാ പോരെ. നമ്മൾ പറയുന്നത്, ഇന്ന് പറയുന്ന എല്ലാം വർഗീയവൽക്കരിക്കുക. പണ്ട് എത്ര വാള് പറഞ്ഞിട്ടുണ്ട് മൈലാമാർ, അപ്പൊ ഒന്നും പ്രശ്നം ഉണ്ടായിട്ടല്ലോ. ഇപ്പൊ എന്തിങ്ങനെ പറയാൻ കാരണം? അതാ പറഞ്ഞില്ല, ആണും പെണ്ണും ഒന്നാണ് ഇന്ന്. എന്നാൽ ആണും പെണ്ണ് വേറെ പറയാൻ പാടില്ല. ഇപ്പോ ഇസ്ലാം അങ്ങനെ പറഞ്ഞാൽ ഓന് വർഗീയവാദിയാണ്, ഓന് എന്ത് നാസ്തികനാ, ഒറലാണെന്നൊക്കെ പറയും, എന്തെല്ലാം പറയും. ഇത് ദീനാണ് മുഅ്മിനീങ്ങളെ. ഉമ്മമാരെ നമ്മൾ മനസ്സിലാക്കണം. വാള് കേൾക്കുന്ന ഉമ്മമാരും പങ്ങന്മാരൊക്കെ മനസ്സിലാക്കണം, ദീനിൽ നമ്മൾക്ക് എന്താണ് പഠിപ്പിച്ചു തന്നത്. അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ, ഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി നിൽക്കണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, അതുകൊണ്ട് നിങ്ങൾ ജോലി എടുക്കണ്ട എന്ന് പറയുന്നില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ജോലി എടുക്കാം. വീട്ടിൽ നിങ്ങൾ ജോലി എടുക്ക്. നബി തങ്ങൾ പറഞ്ഞെന്താ? അവർ ഖുർആന് പരിശുദ്ധ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കില്ല, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് തുന്നൽ, സ്റ്റിച്ചിങ് പഠിപ്പിക്കണം, അതുപോലെ സൂറത്ത് നൂർ പഠിപ്പിക്കണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജോലി എടുക്കണമെന്ന് പറയും. പക്ഷെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ ബൗണ്ടറിയിൽ നിന്നുകൊണ്ടായിരിക്കണം. നിങ്ങളൊക്കെ മാതൃകയാക്കും. നമ്മൾ ഉമ്മമാര് സ്വർഗത്തിൽ പോകേണ്ടത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലേ? ആരാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ? ആരാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ? റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമാണ്. എന്റെ കരളിന്റെ കഷ്ടമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ഫാത്തിമ ബീബിയുടെ കൂടെയാണ് ഉമ്മമാരെ നിങ്ങൾ സ്വർഗത്തിൽ പോകേണ്ടത്. ഫാത്തിമ ബീബിയുടെ ജീവിതം നമ്മളൊന്ന് മനസ്സിലാക്കണേ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ 3 കാര്യങ്ങൾ വസിയത്ത് ചെയ്ത അലി റളിയല്ലാഹു അൻഹുവിനോട്, ഭർത്താവിനോട് വസിയത്ത് ചെയ്തിട്ടാണ് പോയത്. അതിലെല്ലാം പറ്റും. ഏതാണ് ആ കാര്യം? ഒന്നാമതായി പറഞ്ഞത്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് രാത്രിയിൽ മറമാടണേ. എന്തിനാ പറഞ്ഞങ്ങനെ? ഉമ്മമാര് ചിന്തിക്കുക. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വസിയത്താക്കാൻ കാരണം, അതേ ഹയാത്ത് കാലത്ത് ഒരു അന്യ പുരുഷനും എന്റെ ശരീരത്തിനെ കണ്ടിട്ടില്ല. ഒരൊറ്റ അന്യപുരുഷനും എന്റെ ശരീരത്തിനെ കണ്ടിട്ടില്ല. അതേപോലെ എന്റെ വഫാത്തിന്റെ ശേഷവും കാണാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാല് എനിക്ക് മയ്യത്ത് കട്ടിലുണ്ടാക്കണേ. അപ്പോഴും മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതേ മയ്യത്ത് ആദ്യമായിട്ട് മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് എന്തിന്റെ പേരിൽ? ഹയാത്ത് കാലത്ത് ഒരു അന്യ പുരുഷനും എന്റെ ശരീരം സ്പർശിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കി കൊണ്ടുപോവാൻ വേണ്ടി ഫാത്തിമ ബീവി പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, വഫാത്തായാല് എന്റെ മക്കളെയൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങള് എന്റെ ജ്യേഷ്ഠത്തിന്റെ സൈനബന്റെ മകൾ ഉമാമത്ത് ബീബി ഉണ്ട്, ആ ഉമാമത്ത് ബീബി നിങ്ങൾ കല്യാണം കഴിക്കണേ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോ, ആഖിറത്തിൽ സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോൾ അതേ അവിടെയുള്ള മുഴുവൻ ജനങ്ങളോടും അവിടുന്ന് അശരീരി പറയും, ഒരു മലക്ക് വിളിച്ചു പറയും, അബ്സാറക്കും, ജനങ്ങളെ നിങ്ങളെല്ലാം കണ്ണി ചിമ്മണേ, മുച്ചണേ, ഫാത്തിമ സിറാത്ത് പാലം വിട്ട് കിടക്കട്ടെ. ദുനിയവിയായ ജീവിതത്തിൽ എത്രത്തോളം തന്റെ ശരീരത്തിനെ സംരക്ഷിച്ചോ, ഒരു അന്യപുരുഷനെ സ്പർശിക്കാതെ, ഒരു അന്യപുരുഷനെ കാണാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ തന്റെ ശരീരത്തിനെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആഖിറത്ത് സിറാത്ത് പാലം വിട്ട് കിടക്കുമ്പോ അവിടെ ഒരുമിച്ച് കൂടിയ മില്യൺ കണക്കിന് ജനങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ കടക്കുന്നവർ ഫാത്തിമ ബീബിയെ കാണിക്കൂല. അതുകൊണ്ട് ദീനില് ആരൊക്കെ നോക്കണം, ആരൊക്കെ നോക്കണ്ട, ആരുമായി സംസാരിക്കാം, ആരൊക്കെ സംസാരിക്കണ്ട എന്നൊക്കെ നിയമങ്ങളുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് വ്ളോഗ് നടത്തിയാൽ മതി എന്നല്ലാതെ തോന്നിവാസം പറയാനും ആൾക്കാരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് താൻ തോന്നി ദീനിൽ തൊട്ട് കളിക്കല്ലേ, ദീനിനെ, അല്ലാഹുവിന്റെ ദീനിനെ കരിവാരിത്തേക്കല്ലേ. പണ്ഡിതന്മാര് പഠിച്ചിട്ടാ പറയുന്നത്. പണ്ഡിതന്മാർക്ക് ഇവർ കീശ നടത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തറവാട് സ്വത്തുന്നല്ല ദീനിന്റെ നിയമങ്ങള്. ദീനിന്റെ നിയമം പഠിച്ചിട്ടത് കിതാബും പരിശുദ്ധ ഖുർആനും ഹദീസൊക്കെ മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. അത് ഏതും കൃത്യം പറഞ്ഞെങ്കിൽ തിരക്കടില്ലായിരുന്നു. മുസ്ലിമായ അർത്ഥം പറയുമ്പോൾ നമുക്ക് ബേജാറ്. ആ മൊയിലാറ്, ആ പറഞ്ഞ മൊയിലാറ് എന്ത് ആക്ഷേപിച്ച് വളരെ മോശമായിട്ടാ പറയുന്നത്. ഓനിക്ക് ആരാ അധികാരം കൊടുത്തിട്ടുള്ളത്? ഓനിക്ക് ആരാ ലീക്ക് കൊടുക്കുന്നത്? അങ്ങനെയൊന്നും ദീനിനെ വിട്ടുകൊടുക്കാൻ പറ്റൂല. മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ.